ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഞാൻ പറയാം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചേച്ചിക്ക് സന്തോഷം പറയാനൊരു വാക്കുകൂടിയില്ല. അത്രയ്ക്ക് വിഷമാണുള്ളത്. ഓരോ ദിവസവും ന്യൂസുകൾ കാണുമ്പോൾ നമ്മൾക്ക് ഇനി അങ്ങോട്ടുള്ള ഓരോരുത്തരുടെയും ജീവിതം അല്ലെങ്കിൽ ജീവൻ എങ്ങനെയായി തീരുമെന്ന് ഒരു ഉറപ്പുമില്ല. അതിപ്രധാനപ്പെട്ട 3 കാര്യമെന്ന് പറയുന്നത് അമർ ഇലാഹിയുടെ മരണം തന്നെ. 22 വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇന്നലെ ജീവൻ പോകേണ്ടി വന്ന സാഹചര്യം. ഇന്നാണ് കബറടക്കം കഴിഞ്ഞാൽ ചേച്ചി കണ്ടിട്ടാണ് വന്നത്. പിന്നെ രണ്ടാമത്തത്, പഞ്ചാഗ്നി എന്ന സീരിയലിൽ ദിവസേന ഞാൻ കാണുന്ന സീരിയലിലെ അച്ഛൻ റോൾ അഭിനയിക്കുന്ന ദിലീപ് ശങ്കർ. അദ്ദേഹം തിരുവനന്തപുരത്തൊരു ലോഡ്ജിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. നല്ലൊരു നടനായിരുന്നു അദ്ദേഹം. വളർന്നു വരാൻ കലാഭമണിയെപ്പോലെ തന്നെ കലാഭമണി ഒരു സമയത്ത് വലിയൊരു നായകനാവുമെന്ന് കരുതിയ ബാക്കിയുള്ള നടന്മാർ കലാഭമണിയെയും അടിച്ചമർത്തി അദ്ദേഹത്തിനെ ഈ ലോകത്ത് നിന്ന് പറഞ്ഞു വിട്ടു. അതുപോലെ തന്നെയാണ് ദിലീപ് ശങ്കർ. നല്ലൊരു വില്ലൻ വേഷമായാലും ഏത് റോള് കൊടുത്താലും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അത് ചെയ്യും. അദ്ദേഹവും വളർന്നു വരാതിരിക്കാൻ അദ്ദേഹത്തിന് കിട്ടേണ്ടുന്ന ഓരോ വേക്കൻസിയും ഇല്ലാതാക്കിയ കുറേ നടന്മാർ നമ്മുടെ സമൂഹത്തുണ്ട്. എന്നാലും അദ്ദേഹം ഇപ്പോൾ പഞ്ചാഗ്നി സീരിയലിൽ നല്ലതുപോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു വാർത്ത ഇന്നലെ കാണാനിടയായത്. അദ്ദേഹത്തിന് കരൾ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇന്ന് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം എന്നാണെന്ന് തോന്നുന്നു എടുത്തുകൊണ്ട് പോകുന്നതാണ് ചേച്ചി കണ്ടത്. മൂന്നാമത്തേത് പറയാനുള്ളത് നമ്മുടെ ഉമാ തോമസ് MLA, തൃക്കാക്കര MLA. ആ സ്റ്റേജ് കണ്ടാൽ തന്നെ അറിയാം, ഇങ്ങനൊരു സ്റ്റേജ് അവിടെ ഇപ്പോൾ എല്ലാവരും ചെന്ന് പറയുന്നുണ്ടത് അത് കെട്ടിയത് ആരുടെ അനുമതിയോടെ അല്ല, അല്ലെങ്കിൽ അതിന് പിഴവുണ്ടെന്നൊക്കെ. അടുത്തുള്ള ആൾക്കാരായാലും രക്ഷകർത്താക്കളായാലും പാർട്ടിക്കാരായാലും ഇപ്പം പറയുന്നുണ്ട്. ആ സ്റ്റേജ് അവിടെ പൊക്കിയോ ആ ചെയറെല്ലാം അവിടെ ഇടുമ്പോൾ ഈ അറിയപ്പെടുന്ന അടുത്തുള്ള ആൾക്കാരോ രക്ഷകർത്താക്കളോ ഈ സംഘാടകരോ ഒന്നും അത് കണ്ടില്ലേ? ഇന്നലെ ആ ഉമാ തോമസിന് ഈ അപകടം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആരും ഒന്നും പറയത്തില്ലല്ലോ. അത് നടന്നതുകൊണ്ട് അല്ലേ ഇപ്പോൾ എല്ലാവരും അതിനെ അതിനെതിരെ കേസെടുത്തതല്ല. ഇത് വരുന്നതിന് മുമ്പേ ഇങ്ങനെ ആരെങ്കിലും 2 പേരെങ്കിലും ചെന്ന് അത് പ്രതിഷേധിച്ചിരുന്നെങ്കിൽ ആ സ്റ്റേജ് അവിടെ ഉണ്ടാകുമായിരുന്നു. അത് കെട്ടി വെച്ചിരിക്കുന്ന കാണുമ്പോഴേ ഒന്ന് വട്ടം കറങ്ങും. നമുക്കൊന്ന് ഇങ്ങനെ തിരിയാനുള്ള സ്ഥലം അവിടെ ഇല്ല. അത് കെട്ടുമ്പോൾ എന്തായാലും 10 പേരെങ്കിലും കാണാതിരിക്കത്തില്ലേ? അപ്പോൾ ഇവരുടെയൊക്കെ കണ്ണടഞ്ഞിരുന്നേ? അതോ കെട്ടിക്കഴിഞ്ഞ് ഇതെല്ലാം നടന്ന് ഉമാ തോമസ് MLA ഇപ്പോൾ വീഴേണ്ടുന്ന സാഹചര്യം വന്നപ്പോഴാണ് ഇപ്പോൾ എല്ലാവർക്കും ഇത് പറയാതാണ് കെട്ടിയത്, അല്ലെങ്കിൽ ഇതിനകത്ത് വീഴ്ചയുണ്ടെന്ന് പറയുന്നത്. ആദ്യമേ ഇത് സ്വീകരിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ എത്ര മന്ത്രിമാരായാലും MLA-മാരായാലും എത്രയോ രക്ഷകർത്താക്കളായാലും പൊടി കുഞ്ഞുങ്ങളായാലും അവിടെ ചെന്നതാണ്. ഇപ്പോൾ ഉമാ തോമസ് MLAക്ക് ഇത് വന്നതുകൊണ്ട് പാർട്ടി അടിസ്ഥാനത്തിലായാലും അല്ലാതുള്ള അടിസ്ഥാനത്തിലും കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുകൊണ്ട് ആ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞു. സാധാരണ ഒരു പൗരനായിരുന്നു എങ്കിൽ, ഒരു ജനപ്രതിനിധിയായിരുന്നു എങ്കിൽ ആരെങ്കിലും ഇതുപോലുള്ളൊരു ഇത് കാണിക്കുമോ? അപ്പോൾ ജീവൻ എല്ലാവർക്കും ഒരുപോലെയാണ്. അത് വരാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടുന്നത്. വന്നു കഴിഞ്ഞിട്ട് പിന്നെ പോയി പരിശോധിക്കുക, അല്ലെങ്കിൽ അടുത്തുള്ളവരിങ്ങനെ ചെയ്തത് അത് പിന്നെ അങ്ങ് പാർട്ടി അടിസ്ഥാനത്തിൽ പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പാർട്ടി അടിസ്ഥാനത്തിലേ പറയത്തുള്ളൂ. നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഒരാൾ മരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾ വീഴുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിൽ പാർട്ടി നോക്കരുത്. പാർട്ടി നോക്കാതെ തന്നെ നമ്മൾ പ്രതികരിക്കണം. അതാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടുന്നത്. ഇപ്പോൾ ഉമാ തോമസ് MLA തന്നെ ഇന്നലെ വീണിട്ട് എടുത്തുകൊണ്ട് പോകാൻ ഒരു സാഹചര്യം, അവിടെ ഒരു സൗകര്യവും ഇല്ലായിരുന്നു.
അവിടെ കൂടിയിരുന്ന മാധ്യമപ്രവർത്തകരും ബാക്കി എല്ലാവരോടാണ് തൂക്കിയെടുത്തിട്ട് പോയത് കൊണ്ടാണ് ഇന്ന് ഇത്രയെങ്കിലും ജീവിച്ചിരിക്കുന്നത്. ഉമാ തോമസ് MLA പൂർണ്ണ ആരോഗ്യവതിയായി ഇനിയും പോരാടുവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സുഖം പ്രാപിച്ച് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമർ ഇലാഹിയുടെ ആത്മാവിന് വേണ്ടി നമുക്കും നിത്യശാന്തിക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ദിലീപ് ശങ്കർ സാറിൻ്റെ ആത്മാവിനും നമുക്ക് നിത്യശാന്തി നേടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഇന്ന് മൂന്നും നമുക്ക് ദുഃഖം തരുന്ന വാർത്തയായതുകൊണ്ട് ഒന്നൊന്നായിട്ട് ചേച്ചിയിടാൻ വന്നില്ല, മൂന്നും കൂടെ ഒന്നിച്ച് പറഞ്ഞത്. ഇനി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പോൾ ഓരോരുത്തരും അമർ ഇലാഹി മരിച്ചപ്പോൾ തന്നെ ഇപ്പോൾ റോഷി അഗസ്റ്റിൻ മന്ത്രി അവിടെ ചെന്നു. ഇന്ന് പറയുന്ന കണ്ട് അവിടെ വേണ്ടുന്ന എല്ലാം ചെയ്യാമെന്ന്. ഇത് ഓരോരുത്തർ മരിക്കുമ്പോഴുമാണ് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്. അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ അവിടെയുള്ള ആൾക്കാർ മുന്നിട്ടിറങ്ങണം. മന്ത്രിമാർ MLA മാരൊക്കെ വന്ന് ആ വീട്ടിലൊന്ന് വന്ന് പോകുമ്പം ഈ മാധ്യമപ്രവർത്തകരുടെ ഇതൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. നമുക്കാണ് നമ്മുടെ ആവശ്യം നിറവേറ്റേണ്ടുന്നത്. അതുകൊണ്ട് നമ്മൾ തന്നെ ഇറങ്ങണം. ഇറങ്ങിയാൽ ഇതിനൊക്കെ പരിഹാരമാവത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇനിയെങ്കിലും അവിടെ ഇനിയൊരു അമർ ഇലാഹിയെ പോലുള്ള ചെറുപ്പക്കാരോ അല്ലെങ്കിൽ വയസ്സായവരോ അല്ലെങ്കിൽ ഒരു ജീവനോ ഒരു മനുഷ്യജീവനോ നഷ്ടമാവാതിരിക്കാൻ അതിന് വേണ്ടുന്ന എന്തുവാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും രംഗത്തിറങ്ങി പ്രതിഷേധിച്ച് അവിടെ ഏത് വെച്ചാലാണ് ഇതിൽ നിന്ന് നമുക്ക് ഒരു മോചനം കിട്ടുക എന്ന് വിചാരിച്ചാൽ അത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് വേണ്ടുന്ന ഒരു പ്രഷർ കൊടുത്ത് നമ്മൾ കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിനുവേണ്ടി ഓരോരുത്തരും പ്രവർത്തിക്കുക. പിന്നെ ദിലീപ് ശങ്കർ സാറിനെ പോലെ നമ്മുടെ കൂടെ നമ്മളൊരു സീരിയൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വന്നിട്ട് ഓരോരുത്തർ ആക്ടർ ചെയ്തിട്ട് അവരെവിടെ പോകുന്നു അല്ലെങ്കിൽ അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് കൂടെ ഉള്ളവർക്കൊന്ന് തിരക്കുന്നതിന് കുഴപ്പം. അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവരായാലും അവർ ഒന്ന് വിളിച്ച് ചോദിക്കുകയോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ 2 ദിവസമൊക്കെ ആയ മരിച്ചിട്ട് 2 ദിവസമായെന്നാണ് പറയുന്നത്. വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നിരുന്നു എങ്കിൽ ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഹസ്ബൻഡോ കുഞ്ഞുങ്ങളോ ഒക്കെ എവിടെയെങ്കിലും നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വിളിച്ചിട്ട് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അറിയുന്ന അവരുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ സ്കൂളിലോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരോടോ നമുക്ക് ഫോൺ ചെയ്ത് ചോദിക്കാൻ പറ്റും. അപ്പോൾ അവർ ചെന്നൊന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താ സംഗതി എന്നുള്ളത്. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ദിലീപ് ശങ്കർ സാർ അന്ന് മരിക്കുമായിരുന്നില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആരെങ്കിലും ആ തക്ക സമയത്ത് അവിടെ ചെന്നിരുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും ഏത് ഫീൽഡ് വർക്ക് ചെയ്താലും ജോലിക്ക് വന്നാലും അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്നോ അവരെവിടെയാണ് താമസിക്കുന്നതെന്നോ എല്ലാവരും ഒന്ന് ചിന്തിച്ചിരിക്കുന്നത്, എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇന്ന് ജയിലിൽ കിടക്കുന്ന മുഹമ്മദ് നമ്മൾ 42 കോടി രൂപ നിമിഷ നേരം കൊണ്ട് ഒപ്പിച്ചു കൊടുത്ത ആ സഹോദരൻ്റെ വിധിയാണെന്ന്. 18 വർഷം കൊണ്ടാണ് ജയിലിൽ കിടക്കുന്നത്. ഇന്നെങ്കിലും ഒരു മോചനം കിട്ടാൻ വേണ്ടി നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. ആ വിധി നല്ലൊരു വിധിയായി തീരട്ടെ. ആ ഉമ്മയുടെ കണ്ണുനീരിന് ഇന്നെങ്കിലും ഒരു പരിഹാരമാവട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മൾ എങ്ങനെയാണോ ആ പണം ഒപ്പിച്ചത് അതുപോലെ തന്നെ ഒന്നടങ്കം എല്ലാവരുടെയും പ്രാർത്ഥന ഇതിനുണ്ടാകണം. അതുപോലെ തന്നെ ഉമാ തോമസ് MLA ഉമാ തോമസ് MLAയ്ക്കും സുഖമായി വരാൻ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അവർക്ക് ഇനി ഒരുപാട് നമ്മുടെ ഈ പഞ്ചായത്തുകളിലായാലും നമ്മുടെ ഈ കേരളത്തിൽ ചെയ്യാനുണ്ട്. അവരതുകൊണ്ട് ഇപ്പോഴത്തെക്കാട്ടി 10 മടങ്ങ് ബലമുള്ള ഒരു വനിതയായിട്ട് ചുറുചുറുക്കോടെ അവർ എണീറ്റ് വരണം. അതിന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അവരുടെ ആരോഗ്യമെല്ലാം നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവട്ടെ. ഡോക്ടർമാർ വന്ന് ഇനി അടുത്ത ബുള്ളറ്റിൽ ഒരു കുഴപ്പമില്ല, എല്ലാ അപകടഘട്ടങ്ങളും താണ്ടി നമുക്ക് നല്ല രീതിയിൽ ചികിത്സിച്ച് മാറ്റിയെടുക്കാം എന്നുള്ളൊരു ഉറപ്പ്
അടുത്ത ബുള്ളറ്റിൽ നമുക്ക് കിട്ടണം. അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചേച്ചി പോയിട്ട് വരാം.